ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഇപ്പോൾ പുതിയ സിലബസിലെ ഒരു സ്റ്റോറിയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി മാത്രമല്ല ഉള്ളത്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ലെസൺസും ഇതിൽ ലഭ്യമാണ്. അപ്പോൾ പ്ലേ ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പുതിയ സിലബസ് മാറിയതിന് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെസൺസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഒന്നാം ക്ലാസ് മാത്രമല്ല, എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ലെസൺസും ഇവിടെ സിമ്പിളായി ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ നമുക്ക് പോവാം. ഈ ലെസൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ പേര് ജംഗിൾ റൈഡ്, കാട്ടിലൂടെയുള്ള ഒരു യാത്ര. ജംഗിൾ സഫാരി അതിൻ്റെ അർത്ഥം ഒരു കാട്ടിലെ യാത്ര, കാട്ടിലെ സവാരി എന്നൊക്കെ പറയാം. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ബെയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്, എ ബെയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. ബെയർ എന്ന വായിക്കട്ടെ, ബിയർ അല്ല, ബെയർ. ബെയർ എന്ന് പറഞ്ഞാൽ കരടി. കരടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജംഗിളിൽ, കാട്ടിൽ. വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? ഒന്ന് നോക്കാം. ബെയർ എന്തോന്ന് കണ്ടു. സോ അതൊരു കാറിൻ്റെ ഒരു ഭാഗം അല്ലേ. അപ്പോൾ ഒരു ഫോക്സ് അവിടെ ഉണ്ട്. ഫോക്സ് പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇറ്റ്സ് എ കാർ. എന്താണ്? ഒരു കാറാണ് എന്ന് എലിഫൻ്റ് പറയാം. ഇറ്റ്സ് എ കാർ. ഇറ്റ് ഹാസ് നോ വീൽസ്. ഒരു കാറാണെങ്കിലും അതെന്തോ ഒരു പഴയതാണ്, ആകെ ഒന്നും അല്ലാതായിട്ടുണ്ട്, അതിൽ ഒന്നുമില്ല, അത് ഓടിക്കാൻ കഴിയില്ല. കാരണം അതിന് ഇറ്റ് ഹാസ് നോ വീൽസ്, വീൽസില്ല, ടയറില്ല. നോ ലൈറ്റ്സും ഇല്ല. നോ ഹോൺ ഇല്ല. ഹൂ വിൽ റിപ്പയർ ദ കാർ? ഈ കാറിനെ ആര് റിപ്പയർ ചെയ്യും? പഴയ പോലെ ആക്കും, ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ആരാക്കും. അപ്പോൾ ആക്കാൻ കഴിയുന്ന ആരാണ്? മങ്കീസ് വർക്ക്ഷോപ്പ് എന്ന് കണ്ട്. അപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പ് നടന്ന ആൾ മങ്കിയാണ്, കുരങ്ങാണ്. സോ കുരങ്ങിന് ചെയ്യാൻ കഴിയും. സോ ആന ചോദിക്കുകയാണ്, എലിഫന്റ് ചോദിക്കുകയാണ്, ക്യാൻ യു റിപ്പയർ ദ കാർ? ഈ കാർ റിപ്പയർ ചെയ്ത് നന്നാക്കി തരാൻ പറ്റുമോ? സോ യെസ് ഐ ക്യാൻ എന്ന് മങ്കി പറയുന്നു. സോ ഈ എലിഫൻ്റ് എന്തൊക്കെയാണ്? ടൂൾ ബോക്സ് എടുക്കുന്നു, അതുപോലെ തന്നെ ഓയിലുണ്ട്. ലെറ്റ്സ് ഗോ എന്നിട്ട് പറഞ്ഞ് പോകണം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ഓക്കെ, കാറിൻ്റെ അടുത്തേക്ക് പോകാം. ഇപ്പോൾ കാറൊക്കെ നന്നായി കഴിഞ്ഞു. ഈ മങ്കി പറയാണ്, ദ കാർ ഈസ് റെഡി. കാറ് റെഡിയാണ്. നൗ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ? ആരാണ് ഈ കാർ പെയിൻറ്റ് ചെയ്യുക? കുറച്ച് ഭംഗി കൊണ്ടായിക്കോട്ടെ. സോ ആന പറയുന്നു, എലിഫൻ്റ് പറയാണ്, ഐ വിൽ, ഞാൻ പെയിൻറ്റ് ചെയ്യാം. ബട്ട് വേർ ഈസ് ദ പെയിൻറ്റ്? പെയിൻറ്റ് എവിടെ എന്ന് ഫോക്സ് ചോദിക്കുന്നു. സോ പാരറ്റ്സ് കൊണ്ടുവരാണ്. ഹിയർ ഈസ് ദ പെയിൻറ്റ് ഉണ്ട്, റെഡ് കളർ പെയിൻറ്റും കൊണ്ട് പാരറ്റ്സ് വരുന്നു. സോ യു പെയിൻറ്റ് വെൽ. ഓ താങ്ക് യു. അപ്പോൾ ആനത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പറയാണ്, യു പെയിൻറ്റ് വെൽ, നീ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ബെയർ പറയാം. അപ്പോൾ ആ ഒരു കോംപ്ലിമെൻറ്റ്, ആ ഒരു അഭിനന്ദനം ആനക്ക് ഇഷ്ടപ്പെട്ടു. ഓ താങ്ക് യു എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ട് ദ കാർ. അപ്പോൾ എല്ലാവരും കയറി എന്ന് പറഞ്ഞാൽ ആന ഒഴികെ ബാക്കി കയറിയിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ദ കാർ എന്ന് ഫോക്സ് പറയുന്നു. കം ലെറ്റ്സ് ഗോ എന്ന് മങ്കി പറയുന്നുണ്ട്. സോ മീ ടു എന്ന് പറഞ്ഞിട്ട് ആന കാല് വെക്കുന്നുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ആന കൂടെ കയറി കഴിഞ്ഞാൽ കാറിന് സംഭവിക്കും. ഹൂ സെഡ് ദാറ്റ്? ആരെങ്ങനെ പറഞ്ഞത്? എലിഫൻറ്റ്. കണക്ട് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് തരുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.